ഞാനിപ്പം വയനാട്ടിലാണുള്ളത്. അപ്പോൾ നമ്മൾ ചൂരൽമലയിലും മുണ്ടക്കയിലും അപകടം ഉണ്ടായ സമയത്ത് നമ്മൾ സേവ് വയനാട് എന്ന് പറഞ്ഞ കുറച്ച് ക്യാമ്പയിൻസ് നടത്തിയിരുന്നു. നമ്മൾക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കിക്കിൻ്റെ ബാനറിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നത് ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡിസാസ്റ്റർ ടൂറിസം അല്ല, നമ്മൾ ആ സ്ഥലത്തേക്കല്ല പോയിട്ടുള്ളത്. മൊത്തത്തിലുള്ള ഒരു എക്കോണമിയുടെ ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്ന് വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് ചൂരൽമല മുണ്ടക്കൈ എന്നുള്ള രണ്ട് സ്ഥലത്താണ് അപകടം നടന്നത്. പക്ഷേ ഇത് പുറത്തേക്ക് എത്തുന്നത് അല്ലെങ്കിൽ മീഡിയയിലുള്ളത് വയനാട് മാത്രമാണ്. സോ ആ വയനാട് എന്നുള്ള മൊത്തത്തിലുള്ള ആ ഒരു ഡിസ്ട്രിക്റ്റ് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയാണ്. അത് വ്യാപാരി, വ്യവസായി, ടൂറിസ്റ്റ്, എല്ലാ മേഖലയിലും ഇത് ഒരു ഫ്രോസൺ സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ വയനാട്ടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഡിസാസ്റ്റർ ടൂറിസം പ്രോത്സാഹിപ്പിക്കാതെ ഈ പ്രദേശത്തേക്ക് പോവാതെ അവിടെ നമ്മൾ ബാക്കിയുള്ള സ്ഥലത്ത് അവിടുത്തെ ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയും അവിടുത്തെ ഹോട്ടൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറുകിട കടകൾ, വ്യാപാരികൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സപ്പോർട്ട് വയനാട് എന്നുള്ള ഒരു ക്യാമ്പയിനാണ്. നിങ്ങൾക്കിപ്പോൾ വയനാട്ടിലേക്ക് പോകാം, ഇവിടെ സേഫാണ്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. സോ ഇവിടെ ആ ഒരു ഏരിയയിലേക്ക്, മുണ്ടക്കൈ പിന്നെ ചൂരൽമല ഏരിയയിലേക്ക് പോവാതെ അവിടെയുള്ള വിക്റ്റിമായ ആൾക്കാരെ അവരുടെ ഇമോഷൻസിനെ മുതലെടുക്കാണ്ട് നമുക്ക് വയനാട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മൾ വയനാടിന് മെയിൻ ഒരു ഇൻകം എന്ന് പറയുന്നത് ടൂറിസമാണ്. അതേപോലെ തന്നെ കേരളത്തിന്റെ ടൂറിസത്തിന്റെ വലിയൊരു പാർട്ടാണ് വയനാട്. സോ ഞാൻ ഇപ്പോൾ പറയുന്നു, വയനാട് സേഫാണ്, നിങ്ങൾക്ക് ഇവിടെ വരാം. എന്താ പറയുക, പിന്നെ ആ ഒരു മേഖലയിലേക്ക് പോവരുത്, പിന്നെ ഡിസാസ്റ്റർ ടൂറിസം ആക്കരുത്. ബട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ സേഫാണ്.